നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അർജുൻ ആയങ്കിയുടെ അഭിഭാഷകയുടെ വക കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു അല്പസമയം മുൻപ്. അർജുൻ ആയങ്കിയുടെ നിഷ്കളങ്കമായ മുഖമാണ് അഭിഭാഷക ദമ്പതിമാർ ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അർജുൻ ആയങ്കിയെ പോലീസ് ഒളിവിൽ നിന്നും പിടിച്ചതൊന്നുമല്ല. അർജുൻ ആയങ്കി നേരം പുലർന്നു കഴിഞ്ഞാൽ പോലീസിൽ കീഴടങ്ങാൻ തയ്യാറായി നിൽക്കുക തന്നെയായിരുന്നു. ആ നേരത്താണ് പോലീസ് വന്ന് പിടിച്ചത്. പോലീസ് ജസ്റ്റ് മിസ്സിനാണ് മിസ്സാക്കിയത്. നേരിട്ട് വന്ന് ഹാജരാകുമായിരുന്നു, അല്ലെങ്കിൽ കീഴടങ്ങാനാണ് ഇരുന്നത് എന്നൊക്കെയാണ് അഭിഭാഷക ദമ്പതികൾ പറയുന്നത്. അർജുൻ ആയങ്കി പോലീസിനെ വെല്ലുവിളിച്ച് ഒളിവിൽ കഴിഞ്ഞതല്ലെന്നും കീഴടങ്ങാൻ തീരുമാനിച്ചാണ് തന്റെ ഫ്ളാറ്റിലേക്ക് വന്നതെന്നും അഭിഭാഷക അഡ്വക്കേറ്റ് ഡെലീറ്റ ടൈറ്റസ് മാധ്യമങ്ങളോട് വ്യക്തമാക്കി. തന്റെ ഫ്ളാറ്റിൽ നിന്നാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. താൻ അർജുനെ ഒളിപ്പിച്ച് താമസിപ്പിച്ചു എന്ന ആരോപണം പൂർണ്ണമായും തെറ്റാണെന്ന് ഡെലീറ്റ പറയുന്നു. അർജുന്റെ പേരിൽ 5ഓളം കേസുകളുണ്ട്. ഇതിനാൽ സുപ്രീം കോടതിയിൽ ജാമ്യം ലഭിക്കുന്നതിനായുള്ള ഹർജി തയ്യാറാക്കുന്നതടക്കം നിരവധി നിയമപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ടായിരുന്നു. ഇക്കാര്യങ്ങൾ സംസാരിക്കാനും മാനസികമായി കീഴടങ്ങാൻ തയ്യാറെടുക്കാനുമായിട്ടാണ് അർജുൻ ഫ്ളാറ്റിലെത്തിയത്. പോലീസ് സ്ക്വാഡ് എത്തിയപ്പോൾ ഒരു തരത്തിലുള്ള തടസ്സവും അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ പോലീസ് പറഞ്ഞത് ഓടിച്ചിട്ട് അർജുനെ പിടിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. തങ്ങൾ തന്നെ വാതിൽ തുറന്നു നൽകുകയും അവർ അർജുനെ കൊണ്ടുപോവുകയുമാണ് ഉണ്ടായത്. അവിടെ നിന്ന് രക്ഷപ്പെടാൻ യാതൊരു ശ്രമവും നടത്തിയിട്ടില്ലെന്നും കീഴടങ്ങാൻ വേണ്ടി മാത്രമാണ് അർജുൻ വന്നതെന്നും അവർ ആവർത്തിച്ചു. പോലീസ് സ്റ്റേഷനിൽ നിന്നും വെറും 2 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഫ്ളാറ്റിലാണ് താൻ താമസിക്കുന്നത്. തളിപ്പറമ്പിൽ നിന്ന് കണ്ണൂരിലേക്ക് വരുന്നത് തന്നെ കീഴടങ്ങാനാണ്. ഈ ഫ്ളാറ്റിൽ CCTV ഉണ്ടെന്ന കാര്യം തനിക്കും അർജുനും നന്നായി അറിയാം. ചുറ്റും ഒരുപാട് വീടുകളും ഉണ്ട്. അങ്ങനെയുള്ള സ്ഥലത്ത് ഒരാളെ ഒളിപ്പിച്ചു നിർത്താൻ കഴിയില്ല. താൻ ഫ്ളാറ്റ് തന്നെ ഓഫീസും താമസസ്ഥലവുമായി ഉപയോഗിക്കുന്നതിനാൽ തന്നെ ഇയാൾ അവിടെ വന്നത് ഇത് കേവലം ഒരു ക്ലയന്റ് അഡ്വക്കേറ്റ് ബന്ധം മാത്രമാണെന്ന് അവർ വ്യക്തമാക്കിയാൽ മാത്രം നന്ന്. അപ്പോൾ എന്തിനാണ് അർജുൻ ആയങ്കി ഒരു ഓട്ടോറിക്ഷയിലെ സ്വന്തം ഫോൺ ഉപയോഗിക്കാതെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ഫോൺ ഉപയോഗിച്ചെന്ന ചോദ്യം ഉയരുകയാണ്. പക്ഷെ അതും പറയാം, അതും സ്വാഭാവികമായിരിക്കാം. കാരണം അർജുൻ ആയങ്കിയുടെ കയ്യിൽ മൊബൈൽ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരിക്കാം ഒരു ഓട്ടോ ഡ്രൈവറിന്റെ സഹായം തേടിയത്. അതാണ് ഇത്രയും വലിയ വള്ളിക്കെട്ടായത് എന്നും ഒക്കെയാണ് വിശദീകരണം വരുന്നത്. എന്തായാലും മൊബൈൽ ഫോൺ സംബന്ധിച്ച് കോടതിയിൽ ശക്തമായ വാദമാണ് നടന്നതെന്നാണ് അർജുൻ ആയങ്കിയുടെ വക്കീല് MK ഹസൻ പറഞ്ഞത്. റിമാൻഡ് റിപ്പോർട്ടിൽ ഒരു മൊബൈൽ കസ്റ്റഡിയിലെടുത്തതായി വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും അതിന്റെ പേരോ IMEI നമ്പറോ ബ്രാൻഡോ വ്യക്തമാക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. എന്നാൽ കസ്റ്റഡി അപേക്ഷയിൽ iPhone 16 Pro കണ്ടെത്തണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. ഓഗസ്റ്റ് 7-നെടുത്ത FIR-ൽ 9-ാം തീയതി റിമാൻഡ് ചെയ്യപ്പെട്ട പ്രതിയിൽ നിന്നും iPhone 16 Pro കണ്ടെത്തണമെന്ന് പോലീസ് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പ്രതിഭാഗം ചോദിച്ചു. സാധാരണയായി സൈബർ കേസുകളിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുള്ള വിവരങ്ങൾ കണ്ടെത്താൻ മെറ്റ പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിലേക്ക് മെയിൽ അയച്ച വിവരങ്ങൾ ശേഖരിക്കാറുണ്ട്. എന്നാൽ വെറും 4 ദിവസം കൊണ്ട് ഇയാൾ ഉപയോഗിച്ചത് iPhone 16 Pro ആണെന്ന് പോലീസ് എങ്ങനെ കണ്ടെത്തിയെന്ന് പ്രതിഭാഗം വാദിച്ചു. പ്രതിഭാഗത്തിന്റെ ഈ ഒബ്ജക്ഷൻ പരിഗണിച്ചാണ് കോടതി 5 ദിവസത്തെ കസ്റ്റഡി അനുവദിക്കാതെ 3 ദിവസം മാത്രമായി ചുരുക്കിയതെന്നും അഭിഭാഷകർ പറയുന്നു. അഭിഭാഷകരുടെ പ്രതികരണം കേൾക്കാം. ഇല്ല, സംരക്ഷണ അല്ല ഓൾമോസ്റ്റ് 5ഓളം കേസുകൾ അർജുൻ ആയങ്കിൻ്റെ പേരിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അർജുന് ഒരുപാട് പെറ്റീഷൻസ് റെഡിയാക്കണം. സുപ്രീം കോർട്ടിലേക്കുള്ള ബെയിലിന് വേണ്ടി ഓൾറെഡി വേറെ കേസിന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളും എല്ലാം സംസാരിക്കണമായിരുന്നു. അപ്പം അർജുനി മെന്റലി സറണ്ടർ ആവാനുള്ള പ്രിപ്പറേഷനും കൂടിയായിരുന്നു ആ ഒരു ടൈം. ആ സമയത്ത് പോലീസ് സ്ക്വാഡ് വരികയും ഒരു ഒബ്സ്ട്രക്ഷനും ഇല്ല. അവിടെ തന്നെ ഡോറ് തുറന്നു, അവർ അത് കൂട്ടിക്കൊണ്ടുപോയി. അത്രയും ഉണ്ടായിരുന്നുള്ളൂ. റെഡിയായിരുന്നു. ഇല്ല, അതെല്ലാം വെറുതെ മേ ബി ഹീറോയിക് മൊമെന്റ്സ്. അതെ ഫ്ലാറ്റിലേക്ക് വന്നത്. അല്ല, നിങ്ങൾക്ക് ഒന്ന് മനസ്സിലായോ, 2 കിലോമീറ്റേഴ്സിൻ്റെ ഉള്ളിലാണ് പോലീസ് സ്റ്റേഷൻ ഉള്ളത്. തളിപ്പറമ്പിൽ നിന്ന് കണ്ണൂരേക്ക് വരെ വന്നു. അതേപോലെ തന്നെ ആ ഫ്ലാറ്റിൽ CCTV ഉണ്ടെന്നുള്ള കാര്യം എനിക്കും അറിയാം, അതേപോലെ തന്നെ അർജുനും അറിയാം. അത് കൂടാതെ തൊട്ടടുത്ത വീടുകളും എല്ലാം ഉള്ളതാണ്. അപ്പോൾ പിന്നെ അവിടെ ഒരു ഒളിപ്പിക്കലിൻ്റെ സാധ്യത വളരെ കുറവാണ്. അതെൻ്റെ ഓഫീസ് കം റെസിഡൻസ് ആണ്. അപ്പോൾ ഒരു ലോയറിൻ്റെ സഹായത്തോടു കൂടി അർജുന് സറണ്ടർ ചെയ്യാന്നുള്ളതാണ് നമ്മൾ സംസാരിച്ച് വെച്ചത്. ഇല്ല അത് ഡെഫിനറ്റ്ലി അതൊരു ക്ലയൻറ്റ് അഡ്വക്കേറ്റ് റിലേഷൻഷിപ്പ് മാത്രമാണ്. അതിന് ബേസിക്കലി വേറെ ഒരു കാര്യങ്ങളുമില്ല. കണ്ണൂർ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്ത ക്രൈം നമ്പർ 19/2026 പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇന്ന് 5 ദിവസത്തെ കസ്റ്റഡിയാണ് ആവശ്യപ്പെട്ടത്. കോടതി 3 ദിവസത്തെ കസ്റ്റഡിയാണ് പോലീസിന് വിട്ടുകൊടുത്തിട്ടുള്ളത്. ഇതിലെന്താണ് ഈ മൊബൈൽ സംബന്ധിച്ചൊരു വാദം നടന്നിരുന്നു? മൊബൈലിനെ സംബന്ധിച്ച് റിമാൻഡ് റിപ്പോർട്ടിൽ ഒരു മൊബൈൽ കസ്റ്റഡിയിലെടുത്തതായിട്ട് ആ റിമാൻഡ് റിപ്പോർട്ടിൽ
കൃത്യമായി പറയുന്നുണ്ട്. അതിൽ ആ മൊബൈൽ ഫോണിൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും പറയാതെ, IMEI നമ്പറോ മറ്റോ ബ്രാൻഡോ ഒന്നും പറയാതെ മറ്റൊരു ഫോൺ iPhone 16 Pro കണ്ടെത്തണമെന്നാണ് കസ്റ്റഡി അപേക്ഷയിൽ പറഞ്ഞത്. പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്, പോലീസ് ആവശ്യപ്പെട്ടത്. പക്ഷേ ഞങ്ങൾ ഉന്നയിച്ച കസ്റ്റഡി ഒബ്ജക്ഷനിൽ അത്തരമൊരു ഫോണ് 4 ദിവസം 7-ാം തീയതി എടുത്ത FIRൽ 9-ാം തീയതി റിമാൻഡ് ചെയ്യപ്പെട്ട പ്രതിയുടെ ഈ കേസിലെ പ്രതിയിൽ നിന്ന് എങ്ങനെയാണ് iPhone 16 Pro ഈ അന്വേഷണത്തിൽ പോലീസിന് കണ്ടെത്താൻ വേണ്ടി സാധിച്ചത്? സാധാരണ രീതിയിൽ ഒരു സൈബർ കേസ് വന്നു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയുടെ പ്ലാറ്റ്ഫോമിലേക്ക്, ഇത്തരം കേസുകളിലേക്ക് മെറ്റയിലേക്കോ അതോടൊപ്പം തന്നെ അനുബന്ധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്കോ കൃത്യമായ മെയിലോ കാര്യങ്ങൾ അയച്ചുകൊണ്ട്, അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള മെയിലുകൾ അയച്ചുകൊണ്ടാണ് ഇതിൻ്റെ വിവരങ്ങൾ പോലീസിന് ലഭിക്കാറുള്ളത്. 4 ദിവസം കൊണ്ട് ഇദ്ദേഹം സോഷ്യൽ മീഡിയ ഉപയോഗിച്ചു എന്ന് കരുതപ്പെടുന്നത് iPhone 16 Pro ആണ് എന്ന് പോലീസ് എങ്ങനെയാണ് കണ്ടെത്തിയതെന്നുള്ള ചോദ്യമാണ് ഇന്ന് കോടതിയിൽ ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കോടതിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് 5 ദിവസത്തെ കസ്റ്റഡി കൊടുക്കാതെ 3 ദിവസത്തെ കസ്റ്റഡിയിൽ ഇന്ന് കൊടുത്തിട്ടുള്ളത്. ഫോൺ മാത്രമാണ്. മറ്റു കേസുകളിലൊന്നും, ഈ കേസുകളിലൊന്നും ഡിജിറ്റൽ തെളിവുകൾ ഓൾറെഡി പബ്ലിക് ഡൊമൈനുകളിൽ ലഭ്യമാണ്. അതുകൊണ്ട് അവർക്കുള്ള ആവശ്യം ഫോൺ കണ്ടെത്തുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയാണ് ആ ഫോണിൻ്റെ സോഴ്സ് കണ്ടെത്തുക, അതിനു വേണ്ടിയുള്ളതാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഇതാണ് ഡിലീറ്റ് ബാക്കി ഡിലീറ്റഡ് ഐറ്റംസ്